ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും നാം എത്തിച്ചേരുന്ന രണ്ട് പേഴ്സണാലിറ്റികളാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും. പല സാമ്യതകളും ഉള്ള ഈ രണ്ട് പേഴ്സണാലിറ്റികൾ തമ്മിൽ ആന്തരിക തലത്തിൽ ചില വ്യത്യാസങ്ങളുമുണ്ട്. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിക്കൊള്ളട്ടെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിക്കൊള്ളട്ടെ, രണ്ടും സാധാരണ ഗതിയിൽ മറ്റുള്ളവർ കാണുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിദൂരമായ ആളുകളാണ്. രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി കൺസ്ട്രക്റ്റും അതുപോലെ അവർ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങളും പലപ്പോഴും വ്യത്യസ്തമാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എപ്പോഴും ഒരു അൺക്ലിയർ ആയിട്ടുള്ള സെൻസ് ഓഫ് സെൽഫ് ഉള്ളവരാണ്. അവർ ആരാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ എപ്പോഴും ഒറ്റക്കാണ്, ഇനി വലിയ ഒറ്റപ്പെടൽ വരാൻ പോവുകയാണ് എന്ന് എപ്പോഴും ഭയന്ന് അവർ ജീവിക്കുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, ഒരു വർത്ത്ലെസ് ആയിട്ടുള്ള വ്യക്തിയാണ് തുടങ്ങിയവയാണ് അവരുടെ ചിന്തകൾ. എന്നാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ നേരെ വ്യത്യസ്തമാണ്. അവരുടെ കാഴ്ചയിൽ ഞാൻ എല്ലാത്തിനും കഴിവുള്ള ആളാണ്, എനിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, ഞാൻ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും അർഹിക്കുന്നു തുടങ്ങിയവയാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ അവർ ചുറ്റുമുള്ളവരെ മാറ്റുന്നു. ചുറ്റുമുള്ള മക്കളെയും ഭാര്യയെയും താൻ വലിയൊരു സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ്, ഒരിക്കലും തന്നെ മറികടക്കരുത്, തൻ്റെ അഭിപ്രായങ്ങൾക്ക് എതിര് പറയരുത്, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആ വ്യക്തി വളരെ ഫലപ്രദമായി സൃഷ്ടിച്ചെടുക്കുന്നു. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ നിരന്തരം ഭയത്തിലാണ്. ഞാൻ ഒറ്റപ്പെടുമോ? എന്നെ എല്ലാവരും കൂടി ഉപേക്ഷിക്കുമോ? ഈ ഒറ്റപ്പെടൽ മറച്ചു വെക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും എപ്പോഴും ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കാനുമെല്ലാം ഈ വ്യക്തികൾക്ക് വളരെ താല്പര്യമാണ്. കൂടെ ജീവിക്കുന്ന വ്യക്തികളിൽ എന്തെങ്കിലും തരത്തിലുള്ള റിജക്ഷനോ അബാൻഡൻമെന്റോ നിരന്തരം ഇവർ പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ റിജക്ഷനോ ക്രിറ്റിസിസമോ എന്തെങ്കിലും ഉണ്ടായാൽ അവർ വളരെ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. വളരെ ഇമോഷണൽ ആയിക്കൊണ്ട്, വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം വേദനിപ്പിക്കുന്ന തരത്തിൽ ആത്മഹത്യ ഭീഷണികൾ മുഴക്കി, അല്ലെങ്കിൽ ഈ ബന്ധം തന്നെ ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണികൾ മുഴക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയും ചുറ്റും ജീവിക്കുന്നവരുടെ മനസ്സമാധാനം തകർക്കുകയും ചെയ്യും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ പലപ്പോഴും വളരെ കെയറിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ്. വളരെയധികം ആത്മാർത്ഥത അവരിൽ നമുക്ക് കാണാം. എന്നാൽ തൻ്റെ വികാരങ്ങളെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലാത്തതും പലപ്പോഴും ഹൈപ്പർ സെൻസിറ്റീവായി പ്രതികരിക്കുന്നതും ഇവർക്ക് പ്രശ്നമാവാറുണ്ട്. തനിക്ക് സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഓരോ അവസരത്തിലും തന്നെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. എന്തെങ്കിലും ചെറിയ റിജക്ഷൻ ഉണ്ടായാൽ അവർ ആകെ തളർന്നു പോകുന്നു. ഞാൻ മോശമാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല തുടങ്ങിയ വാക്കുകൾ ഈ വ്യക്തികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വന്തമായി ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കരിയറും റിലേഷൻഷിപ്സും മൂല്യങ്ങളും എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും വളരെ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ, സ്വയം നശിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തികൾ പ്രവർത്തിക്കുകയും പല അവസരങ്ങളിലും എടുത്തുചാട്ടത്തിലൂടെ കാര്യങ്ങൾ വഷളാക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉള്ളതുകൊണ്ട് തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ പലപ്പോഴും ദാമ്പത്യത്തിലും ജോലിയിലും സാമൂഹ്യ ജീവിതത്തിലും പരാജയപ്പെട്ടേക്കാം. എന്നാൽ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയെ നാം നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് മറ്റു ആളുകളുടെ ചിന്തകളെയോ വികാരങ്ങളെയോ പരിഗണിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മാത്രമല്ല, അവർക്ക് മറ്റു വ്യക്തികളെ പരിഗണിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. ഒരു തരത്തിലുള്ള എമ്പതിയും ഈ വ്യക്തികൾ മറ്റുള്ളവരോട് കാണിക്കുന്നില്ല. മറ്റുള്ളവരോട് എമ്പതി കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ പ്രവൃത്തികളും വാക്കുകളും എങ്ങനെ അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്നത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. താൻ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, തനിക്ക് എന്തുമാവാം എന്ന രീതിയിലാണ് കൂടെ ജീവിക്കുന്നവരോട് അവർ പെരുമാറുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം
കാര്യങ്ങൾക്ക്, സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് നാർസിസ്റ്റിക് വ്യക്തികൾ റിലേഷൻഷിപ്സിൽ പ്രവേശിക്കുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്ക് ചില അവസ്ഥകളിൽ തോന്നാം, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ഇതെല്ലാം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പരിഹാരം അവരുടെ ഉള്ളിൽ തന്നെയാണ് എന്ന ചിന്ത ഒരിക്കലും ഉയരുന്നില്ല. അവർ പറയുന്നു, മറ്റു വ്യക്തി ഇങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നില്ല. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ പലപ്പോഴും കാമായിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിലും അവരുടെ സുപ്പീരിയോറിറ്റി, തൻ്റെ കൂടെ ജീവിക്കുന്നവർ, അതായത് അവരുടെ ലോകത്ത് ഒരു കഴിവുമില്ലാത്ത, ഒരു വിലയുമില്ലാത്ത മനുഷ്യർ ചോദ്യം ചെയ്താൽ, അവരുടെ ചിന്തകൾക്കെതിരെ നീങ്ങിയാൽ അവർ വളരെയധികം ദേഷ്യപ്പെടുന്നു. പലപ്പോഴും കോപിതരാവുകയോ അല്ലെങ്കിൽ വളരെ പാസീവ് അഗ്രസീവായി കൊണ്ട് അതിനെ നേരിടുകയോ ചെയ്യും. ഞാൻ എല്ലാ നന്മകളും, എല്ലാ കാര്യങ്ങളും അർഹിക്കുന്നു, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുക, മറ്റുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല എന്നതാണ് അവരുടെ ധാരണ. ഇത്തരത്തിൽ അമിതമായി സ്വയം സ്നേഹിക്കുന്ന നാർസിസ്റ്റിക് വ്യക്തി തൻ്റെ ഫോൾസ് സെൽഫ്, അതായത് ഞാൻ എന്തോ അമാനുഷികമായ ഒരു മനുഷ്യനാണ് എന്ന വിശ്വാസം അവർ ചുറ്റുമുള്ളവരെ അംഗീകരിപ്പിക്കുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ഒരാളാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾക്കും പല തരത്തിലുള്ള സാമ്യതകളും ഉണ്ട്. രണ്ട് വ്യക്തിത്വങ്ങളും ഫ്ലെക്സിബിൾ അല്ലാത്ത രീതിയിലും ബന്ധങ്ങളിൽ ആരോഗ്യപരമല്ലാത്ത രീതിയിലുമാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. രണ്ടുപേരും തങ്ങളുടെ ഭയത്തിൽ നിന്ന്, നാർസിസ്റ്റിക് വ്യക്തി തൻ്റെ സുപ്പീരിയർ ഇമേജ് തകർന്നു പോകുമോ എന്ന ഭയത്തിലും, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി താൻ ഉപേക്ഷിക്കപ്പെടുമോ, ഒറ്റപ്പെടുമോ എന്ന ഭയങ്ങളെ മറികടക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. രണ്ട് വ്യക്തിത്വങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് ചുറ്റും കറങ്ങുന്നതായി വിശ്വസിക്കുന്നു. എന്ത് കാര്യം സംഭവിച്ചാലും അവരുടെ ചിന്തകൾ മാത്രമാണ്, അവരുടെ ലോകം മാത്രമാണ് അവർക്ക് ശരിയായിട്ടുള്ളത്. മറ്റുള്ള വ്യക്തികൾക്ക് ചിന്തകളും വികാരങ്ങളും കാഴ്ചപ്പാടുകളും ഒരു ലോകവുമുണ്ട് എന്ന് അവർ രണ്ട് വ്യക്തിത്വങ്ങളും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള അറ്റൻഷനും വാലിഡേഷനും രണ്ട് വ്യക്തിത്വങ്ങൾക്കും നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അത് രണ്ടുപേരും വ്യത്യസ്ത രീതികളിൽ നേടിയെടുക്കുന്നു. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കൂടുതൽ മാനിപ്പുലേഷനും ഇമോഷണലി തകർത്തുകൊണ്ടും വ്യക്തികളിൽ നിന്ന് അത് നേടുന്നു. എന്നാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ പലപ്പോഴും വളരെ സ്ട്രോങ് ആയി റിയാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് ശ്രദ്ധയും പരിഗണനയും നേടിയെടുക്കും. സ്വന്തത്തെ പറ്റി വളരെ ബോധവാന്മാരും കുറെ സമയം സ്വന്തത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നവരാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളും. യാഥാർത്ഥ്യ ബോധങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയ വ്യക്തികളാണ് രണ്ടുപേരും. ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും മറ്റ് ആളുകളുമായി ദാമ്പത്യ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. തൻ്റെ വാക്കുകളും പ്രവൃത്തികളും എങ്ങനെ മറ്റുള്ളവരെ ബാധിക്കും എന്നതിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളും ബോധവാന്മാരല്ല. വളരെ ഇമോഷണലി ഇമ്മച്യൂറായ വ്യക്തിത്വങ്ങളാണ് രണ്ടും. വ്യക്തികളെയും അവസ്ഥകളെയും ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കാണുന്നു. ഒന്നുകിൽ എല്ലാം നല്ലത് അല്ലെങ്കിൽ എല്ലാം മോശം എന്നതാണ് ഇവരുടെ കാഴ്ചപ്പാട്. വലിയ രീതിയിൽ തൻ്റെ കുറവുകൾ മറ്റുള്ളവരിലേക്ക് ഇവർ പ്രൊജക്റ്റ് ചെയ്യും. തന്നിലുള്ള പോരായ്മകൾ, കുറവുകൾ, തെറ്റുകൾ എല്ലാം മറ്റുള്ളവരിൽ ഇവർ കാണുന്നു. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എല്ലാം മറ്റുള്ളവരുടെ ചെയ്തികൾ കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്. അല്ലാതെ സ്വന്തമായി ഒരു തെറ്റും ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും സംഭവിക്കില്ല എന്നതാണ് അവരുടെ ധാരണ. മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാവുന്ന ക്രിറ്റിസിസവും റിജക്ഷനുമെല്ലാം രണ്ട് വ്യക്തിത്വങ്ങളും വളരെയധികം ഭയക്കുന്നു. അനിയന്ത്രിതമായ അനുചിതമായ ദേഷ്യവും പ്രതികരണങ്ങളും പാസീവ് അഗ്രസീവായ ബിഹേവിയറും രണ്ടുപേരിലും നമുക്ക് കാണാം. പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെങ്കിൽ അതിന് ചുറ്റും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഉണ്ടാവും. അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ചുറ്റും പലപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളും ഉണ്ടാവും. ചിലപ്പോൾ കണ്ടുവരുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള മകൾ, അതുപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള അച്ഛൻ. ഇത് ദാമ്പത്യ ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ആ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിക്ക് ഒരു തരത്തിലുള്ള സെൻസ് ഓഫ് സെൽഫും ഇല്ല. അതുകൊണ്ട് തന്നെ ആ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി
അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പല അവസരങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത്രയുമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും ബോർഡർലൈൻ പേഴ്സണാലിറ്റിയും സാമ്യതകളും വ്യത്യാസങ്ങളും എന്ന വിഷയത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.